ഞങ്ങളുടെ കരുനാഗപ്പള്ളി ശ്രദ്ധേയമായ ഒരു സ്ഥലമാണ്. കരിനാഗങ്ങളുടെ നാട് എന്ന് അറിയപ്പെടുന്നു. കരുനാഗങ്ങൾ മനുഷ്യരല്ല കേട്ടോ, വിശ്വാസപരമായൊക്കെയുള്ള കരിനാഗങ്ങളാണ്. ഇവിടെ ഈ പറയുന്ന മതസൗഹാർദ്ദത്തിൻ്റെ, മനുഷ്യസ്നേഹത്തിൻ്റെ ഒക്കെ വലിയൊരിടമാണ്. പലപ്പോഴും ഒരുപാട് വളരെ പ്രശസ്തരായി അല്ലെങ്കിൽ മറ്റു പല രീതികളിലും ആരോപിക്കപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിലും ഈ നാട്ടിലങ്ങനെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളോ അത്തരം കാര്യങ്ങളോ ഏറ്റുമുട്ടലുകളോ രാഷ്ട്രീയ കൊലപാതകങ്ങളോ ഒക്കെ വളരെ കുറവാണ്, താരതമ്യേന കുറവാണ്. പല പ്രകൃതി ദുരന്തങ്ങളാൽ ഈ നാട് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നായിരുന്നു 2004 സുനാമി. പിന്നൊരു പുതുവർഷ തലേനാൾ ഒരു ഗ്യാസ് ടാങ്കർ പൊട്ടിത്തെറിച്ച സംഭവം അടക്കമുള്ള മലനടയിലെ ദുരന്തം. യഥാർത്ഥ കരുനാഗപ്പള്ളിയിലല്ലെങ്കിലും അതിനോടനുബന്ധമായ സ്ഥലമെന്നുള്ള നിലയിൽ പറഞ്ഞതാണ്. പക്ഷേ എല്ലാ വർഷവും തുടർച്ചയായ റെക്കോർഡ് നിലനിർത്തിക്കൊണ്ട് പോകുന്ന മേഖലകളിലൊന്നാണ് ഓണക്കാല മദ്യ വിൽപ്പന. ഓണക്കാല മദ്യവിൽപ്പനയുടെ റെക്കോർഡ് നേട്ടങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് കഴിഞ്ഞ ദിവസവും ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ ബോണസ് ചർച്ചയുമായി ബന്ധപ്പെട്ട് വിളിച്ചപ്പോൾ പല സ്ഥാപനങ്ങളിലെയും ആളുകൾ ഈ ബോണസിൻ്റെയും വരുമാനത്തിൻ്റെയും കാര്യം പറയുന്നത് ബിവറേജസ് കോർപ്പറേഷനിലെ വരുമാനത്തെക്കുറിച്ചാണ്. പണ്ട് നമ്മുടെ നാട്ടിൽ ഈ മക്കളെ പഠിപ്പിക്കുമ്പോൾ ഗൾഫുകാരൻ്റെ മോൻ എന്നൊക്കെ പറയുന്നത് പോലെ, ഇടക്കാലത്ത് വെച്ച് മോട്ടോർ വാഹന വകുപ്പിൽ ഉദ്യോഗസ്ഥൻ്റെ മോൻ എന്ന് പറയുന്നത് പോലെ, പിന്നീട് എപ്പോഴൊക്കെയോ വേറെ പല പേരുകളിൽ അറിയപ്പെടുന്നവരുടെ പേരുകൾ ചേർത്ത് പറയുന്നത് പോലെ ഇപ്പോൾ ബിവറേജസ് കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്ന, ഔട്ട്ലെറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ബോണസും അവരുടെ വരുമാനവും അവരുടെ വീതവുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ലിജു സാറേ, അങ്ങ് ഈ പറഞ്ഞതുപോലെ വളരെ സുതാര്യമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്, ഇൻറ്റഗ്രിറ്റിയുള്ള ആളാണ്, സത്യസന്ധനാണ്, 100% അഴിമതിരഹിതനാണ്. അതുകൊണ്ട് അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ബിവറേജസ് കോർപ്പറേഷനിലെ ജോലി കുറഞ്ഞത് 6 മാസമോ 1 വർഷത്തിനപ്പുറം ഒരാൾക്കും നൽകാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ്. കാരണം ഇനി 1 വർഷത്തിനകം ആളുകളെ മാറ്റിയാലും അവിടെ ഒന്നും സംഭവിക്കാനില്ല. സാധാരണ തൊഴിൽ സ്ഥാപനങ്ങളിൽ ആൾ മാറിയാൽ ഫയൽ നോക്കുന്നതിൽ, മാർക്കറ്റിങ്ങിൽ, പ്രൊക്വയർമെൻറ്റിൽ, പ്രൊഡക്ഷനിലൊക്കെ പ്രശ്നം വരാം. ഇത് യാതൊരു പ്രശ്നവുമില്ല. പകലന്തിയോളം പണിയെടുക്കുന്ന പാവപ്പെട്ടവൻ സിമൻറ്റ് പുരണ്ട കഴുക്കോലും അതുപോലെ തന്നെ തേപ്പ് പലകയും കരണ്ടിയും പിന്നെ പണിയെടുത്ത മുഷിഞ്ഞ വസ്ത്രവും ഒരു കവറിൽ പൊതിഞ്ഞ് പോക്കറ്റിൽ വെച്ചുകൊണ്ട് ആ കിട്ടിയ കാശിൻ്റെ 50%-ലധികം അവിടെ ചിലവഴിക്കാൻ വരിയായി നിൽക്കുന്ന മലയാളികളുടെ കാലത്ത് വരുമാനത്തിന് 1 രൂപയുടെ പോലും കുറവ് വരില്ല. ഇന്ന് രാവിലെ കണ്ട ഒരു ദൃശ്യം കാണാം. കരുനാഗപ്പള്ളി ബീവറേജസ് ഔട്ട്ലെറ്റിൽ മദ്യം വാങ്ങുമ്പോൾ ജീവനക്കാർ കൈക്കൂലി ആവശ്യപ്പെടുന്നുവെന്ന് പരാതി. ബിൽ തുകയ്ക്ക് പുറമെ 50 രൂപ കൂടി ജീവനക്കാർ ആവശ്യപ്പെടുന്നു എന്നാണ് ആരോപണം. ദൃശ്യങ്ങൾ സഹിതം എക്സൈസ് മന്ത്രിക്ക് പരാതി കൊടുത്തു. ഉണ്ടോ? വ്യാപകമായിട്ട് ഈ കരുനാഗപ്പള്ളി ബിവറേജസ് ഔട്ട്ലെറ്റിനെതിരെ പരാതി ഉയരുന്നുണ്ട്. അത് കാലാകാലങ്ങളായിട്ട് ഇത്തരത്തിൽ മദ്യം വാങ്ങാൻ എത്തുന്നവരിൽ നിന്ന് പണം വാങ്ങുന്നുണ്ട് എന്നുള്ള പരാതിയാണ് ഇവർ ഉയർത്തുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 ലിറ്റർ വാങ്ങുമ്പോൾ 50 രൂപ അഡീഷണൽ വേണം എന്നുള്ളത് ജീവനക്കാർ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇവരുടെ പരാതി. അതിന്റെ വീഡിയോ സഹിതമാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. അതിലിപ്പോൾ ജീവനക്കാരൻ 50 എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ ആ കൊടുക്കുന്നയാൾ അത് വേണോ എന്നുള്ള അവരുടെ മറുപടി ഉണ്ട്. അതിൽ തന്നെയുണ്ട് ഇത് കുറെ നാളുകളായിട്ട് ഇങ്ങനെ ഒരു ചടങ്ങ് പോലെ, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് എന്നുള്ള രീതിക്ക് ഇങ്ങനെ കൊടുത്തു പോരുന്നു എന്നുള്ളത്. എന്തായാലും ഈ പരാതി ഇപ്പോൾ എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് ഈ മദ്യം വാങ്ങാൻ എത്തിയിരിക്കുന്നവർ കരുനാഗപ്പള്ളിയിലുള്ള ആളുകൾ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോ സഹിതമാണ് എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് പരാതി അയച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൽ പറയുന്ന കാര്യം. എന്തായാലും അത് കാണുമ്പോൾ നമുക്ക് ഉറപ്പിക്കാനൊന്നും ആവുന്നില്ല ആ വാചകത്തിൽ ഇത് അഴിമതിയാണ്, കൈക്കൂലിയാണെന്ന്. 50 രൂപ കുറച്ച് കൊടുത്താലും 50 വേണോ എന്ന് ചോദിക്കുമ്പോൾ 50 വേണം, പിന്നില്ലാതെ അങ്ങനെ തരുന്നതെന്ന് ചോദിക്കുമ്പോൾ 50 കൊടുക്കുന്നതും ആവാം. അല്ലാതെ അത് അഴിമതിയാണ് എന്നൊന്നും ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമല്ല. ഞാൻ ഇത് പോയി വാങ്ങുന്ന ആളല്ലാത്തത് കൊണ്ട് എനിക്ക് അറിഞ്ഞും കൂടാ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കെടുതികളും കൊള്ളയും നടക്കുന്നുണ്ട് പല രീതിയിലും. ഈ കൊണ്ടുവരുന്ന കുപ്പിയിൽ ചിലത് പൊട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നവരുമായും അല്ലാതെയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നൽകുന്ന കമ്പനിക്കാരാകട്ടെ ഇതിപ്പോൾ വലിയ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഉണ്ടാക്കി മിനിമം പ്രോഫിറ്റിലൊന്നും വിൽക്കുന്നതല്ലാത്തതുകൊണ്ട്
അവരിപ്പോൾ 5 കുപ്പി 10 കുപ്പി പൊട്ടിയെന്ന് പറഞ്ഞാൽ 10 അങ്ങ് കൊടുത്തേരെന്നേ പറയുള്ളൂ. കാരണം എങ്കിലേ അവരുടെ സാധനം വിറ്റ് പോവുള്ളൂ. അപ്പോൾ അതിനകത്ത് ഒരുപാട് കെടുതികളുണ്ട് എന്നുള്ളത് ശരിയാണ്. ഏതായാലും ഇതാണൊരു കാര്യം. പിന്നെ ഓണക്കാലം തുടങ്ങുന്നത് മുമ്പായതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ പറയണമെന്നും പറഞ്ഞിരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊന്ന് കുറയ്ക്കാനായാൽ, ഇതൊന്ന് നിർത്താനായാൽ, ഇത് ഉപയോഗിക്കുന്ന സമുദായങ്ങൾക്ക് ഒരു പുനരുദ്ധാരണവും ഒരു നവീകരണവും ഒരു ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ ഉണ്ടാവും. ഉപയോഗിക്കുന്ന സമുദായങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അതിലെന്തെങ്കിലും ഒരു സമുദായത്തിൻ്റെ പേര് പറഞ്ഞു പോയാൽ ഈ കച്ചവടം നടത്തുന്ന ബ്ലാക്കിൽ കൊണ്ടുപോയി വിൽക്കുന്നവൻ ഉൾപ്പെടെ അങ്ങ് രംഗത്ത് വരും. ആ സമുദായത്തെ പറയാൻ നീ ആരാടാന്നൊക്കെ ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ കുടുംബങ്ങളിൽ, ആ വ്യക്തികളിൽ, ആ നാടുകളിൽ ഒരു സ്വസ്ഥതയുണ്ടാവും. കഴിഞ്ഞ ദിവസം ഒരു ഓണപരിപാടിക്കാർ പറയുമായിരുന്നു, അവർ വശം കെട്ടുപോയി. രാത്രി 11 മണി വരെ എന്തോ പരിപാടി വെച്ചിരുന്നതാണ്. അവസാനം ഇത് കഴിച്ച് പൂസായി ചീത്തവിളിയായി നാട്ടുകാരിടപെട്ടു വല്ലാത്ത പൊല്ലാപ്പായി ഈ സംഗതി അവസാനിപ്പിക്കേണ്ടി വന്നു. ഇതാണ് അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം. ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റോഡിൽ ഒരു പാവപ്പെട്ടവനൊരു കടയിൽ വന്ന് സാധനം വാങ്ങിച്ചിട്ട് സ്കൂട്ടറിനടുത്തേക്ക് നടന്നു പോകുമ്പോൾ ഒരു ലക്കിൽ ലഗാനുമില്ലാതെ വന്ന് ഇടിച്ചവൻ്റെ മുതുകിനിടിച്ച് 1 ഏക്കർ തൊലി അവൻ്റെ അങ്ങ് പോയി. എന്നിട്ടും പുള്ളിക്ക് നിൽക്കാൻ വയ്യെങ്കിലും ന്യായമാണ് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു സ്ഥിതിവിശേഷം. അതുകൊണ്ട് അതുകൂടി ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടതാണ്.